ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യസഹായകനായ പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധം പുലർത്തുന്നവരായിട്ട് മാറുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. എന്നാൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ ചാരം മൂടിയ കനൽ പോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കും. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടാതെ പോകും. കൃപാവരങ്ങളാൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാതെ വരും. അപ്പോഴാണ് നമ്മളൊക്കെ പറയും, പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടി പരിശുദ്ധാത്മാവുമായുള്ള ആ വ്യക്തിബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ നമുക്ക് ധ്യാനമൊക്കെ കൂടണമെന്നിങ്ങനെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ എല്ലാവർക്കും ഈ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം കൂടുവാനൊന്നും സാധിക്കാതെ വരുന്നുണ്ട്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യക്തിബന്ധം നിലനിൽക്കുന്നവരായിട്ട് മാറുവാൻ രണ്ട് കാര്യം ചെയ്താൽ മാത്രം മതി. ഒന്ന്, നമ്മൾ അനുദപിച്ച് നമ്മുടെ കുംഭസാരത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവിക വരപ്രസാദം കടന്നു വരും. പരിശുദ്ധാത്മാവുമായുള്ള ആ വ്യക്തിബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരും. രണ്ട്, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ സീറോ മലബാർ കുർബാനയിൽ ഗൃഹാകർഷണ പ്രാർത്ഥനയുടെ സമയത്ത് പുരോഹിതൻ ഈശോയുടെ ശരീരവും ഈശോ രക്തവും ആയി രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ ബലിപീഠത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നമ്മൾ ആ സമയത്ത് പലരും ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യും. പലരും ആ സമയം ഒരു പ്രാധാന്യവും കൊടുക്കാതൊക്കെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സമയത്ത് ഇങ്ങനെ മുട്ടിന്മേൽ നിന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഈ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവെ എന്നിലേക്കും എൻ്റെ ഉള്ളിൽ അഭിഷേകമായി അങ്ങ് വെളിപ്പെടണമേ എന്ന് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ വല്ലാത്തൊരു അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം പലപ്പോഴും പല കുർബാനയിലും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവരാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ലാറ്റിൻ കുർബാനയിലാണേലും സീറോ മലബാർ കുർബാനയിലാണേലും ഈ ഗൃഹാകർഷണ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ആ ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളൊന്ന് മുട്ടിന്മേൽ നിന്ന് നമ്മളൊന്ന് എളിമപ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ അഭിഷേകമായി ഒന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുംഭസാരം നടത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ ആ ബലിയിലേക്ക് പരിശുദ്ധാത്മാവ് അൾത്താരിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ബലിപീഠത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ എത്രമാത്രം എളിമപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മളെല്ലാവരും പരിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഗൃഹാകർഷണ പ്രാർത്ഥനയുടെ സമയത്ത് മുട്ടിന്മേൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയോ. ആ സമയത്ത് വല്ലാത്തൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ എപ്പോഴും നിലനിൽക്കുന്നവരായിട്ട് മാറുവാൻ, കൃപാവരങ്ങളാൽ നിറഞ്ഞ് അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്നു കൊടുക്കുന്നവരായിട്ട് മാറുവാൻ, ദൈവരാജ്യം വളർത്തുവാൻ, ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറുവാൻ നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.